രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. ഇടുപ്പിലൂടെ എന്തോ ഇഴയുന്ന പോലെ തോന്നി ഒരുവൾ ഞെട്ടിയെഴുന്നേൽക്കാൻ പോയതും അവൻ ബലത്തോടെ കൈ അവിടെ മുറുക്കി അവളെ കട്ടിൽ തന്നെ പിടിച്ചു കിടത്തി. ഞാനാ പെണ്ണെ. അരികിലേക്ക് കേട്ട ശബ്ദത്തിന്റെ കുളിർമയിൽ പെണ്ണ് തിരിഞ്ഞവന്റെ നെഞ്ചിലേക്ക് തന്നെ കയറിക്കിടുന്നു. ഐ മിസ്ഡ് യു. ഉറക്കപ്പിച്ചയിൽ അവന്റെ വയറ്റിലൂടെ കൈ ചുറ്റുന്നതിനോടൊപ്പം പെണ്ണ് അങ്ങനെ പറഞ്ഞതും അവൻ ആ വിരൽത്തുമ്പ് പിടിച്ചെടുത്ത് മെല്ലെ ഒന്ന് കടിച്ചു. ഇച്ഛായ! ഉറക്കം മുറിയുന്നതിന്റെ ഒപ്പം കയ്യിൽ അനുഭവപ്പെട്ട വേദനയിലും പെണ്ണവന്റെ രോമം നിറഞ്ഞ നെഞ്ചിലേക്ക് വിരലുകൾ കടത്തി അമർത്തി പിടിച്ചു. ദേ പെണ്ണെ, വെറുതെ എന്നെ നോവിച്ചാൽ ഇതാകില്ല നിനക്ക് കിട്ടാൻ പോകുന്നത്. ഇഷ്ടപ്പെടാത്തത് എന്ത് കേട്ടാലും തന്റെ രോമത്തിനുള്ളിലേക്ക് വിരൽ കടത്തി അത് പിടിച്ചു വലിക്കുന്നത് ഈയിടെയായിട്ട് പെണ്ണിന്റെ സ്ഥിരം ജോലിയാണ്. അങ്ങനെ ചെയ്യരുതടി, പ്രാണൻ പോകുന്ന വേദനയാണെന്ന് പറഞ്ഞു കേട്ടതിന് ശേഷം ഇപ്പോ അത് പിന്നെ അങ്ങ് കൂടി. അപ്പൊ പിന്നെ ഇച്ചായൻ എന്നെ ഈ നോവിക്കുന്നതൊക്കെയോ? കണ്ണു തുറന്നില്ലെങ്കിലും അവൾ വാശിയിൽ പിന്നെയും വിരലുകൾ മുറുക്കി. എന്തോന്ന് നോവിച്ചെന്ന്? എടി പുല്ലേ, ഞാൻ മനസ്സറിഞ്ഞൊന്ന് നോവിച്ചാലുണ്ടല്ലോ, ഇന്നേ 9-ാം മാസം ഒരു കുഞ്ഞിക്കൊച്ചന്റെ അപ്പനാകും ഞാൻ. അറിയാവോ നിനക്ക്? ഓ, നല്ലോണം അറിയാം. അതുകൊണ്ടാ ഇന്നലെ രാത്രി ഡോറിന്റെ ലോക്ക് ഇടണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോയതിട്ടത്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ നിന്റെ മുറിയിലേക്ക് വരും എന്ന് പറഞ്ഞ് വാശി പിടിച്ചവന്റെ മുഖം ഓർക്കെ ഉത്തര അറിയാതെ തന്നെ അല്പം ഉറക്കെ ചിരിച്ചുപോയി. ഓ, വലിയ കാര്യമായിപ്പോയി. അങ്ങനെ രാത്രി കുറ്റിയിട്ടവൾ എന്തിനാ ഈ വെളുപ്പിനെ ആയപ്പോയി തുറന്നിട്ടത്? അവളോട് പിണങ്ങിയാണ് വർത്തമാനമെങ്കിലും ആ കവിളിലൂടെയും കഴുത്തിലൂടെയും ഒക്കെ അവന്റെ വിരലുകൾ വെറുതെ പായുന്നുണ്ടായിരുന്നു. അത് പിന്നെ പാവല്ലേ, എന്റെ സ്വന്തം ഇച്ഛാനല്ലേ, അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാനങ്ങ് തുറന്നിട്ടതാ. ഏത് വെളുപ്പിന് 4 മണിയാണോ നിന്റെ രാവിലെ? അവൾ കിടക്കുന്ന ആ പെണ്ണിന്റെ കൈകളിൽ വലിച്ചുകൊണ്ട് ചെക്കൻ ചോദിച്ചു. ആണെങ്കിൽ ഒന്നുമില്ല, ഞാൻ വെറുതെ വെള്ളം കുടിക്കാനായി എഴുന്നേറ്റതാണ്. തിരിച്ച് മുറിയിലേക്ക് നോക്കുമ്പോൾ നിന്റെ ഡോറ് പാതി തുറന്നു കിടക്കുന്നു. ഇന്നലെ രാത്രി 11:30-ക്കും തുറക്കാത്ത ഡോർ എങ്ങനെ തുറന്നു എന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരുത്തി മൂടി പുതച്ച് നല്ല ഉറക്കം. എങ്കിൽ പിന്നെ ബാക്കി ഉറക്കം ഇവിടെ ആകാമെന്ന് കരുതി കയറി കിടന്നതാ, അല്ലാതെ നിന്നോടുള്ള പ്രേമം മൂത്തൊന്നും വന്നതല്ല. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവളെ വലിച്ച് നെഞ്ചിന് മുകളിലേക്ക് കയറ്റി കിടത്തി ഉടുമ്പിനെ പോലെ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവൻ. എന്നെ ഇങ്ങനെ ഞെക്കി പൊട്ടിക്കല്ലേ ഇച്ചായ, പെണ്ണ് കുറുകി. ഇന്നലെ രാത്രി പൊന്നുമോള് മുറി തുറന്നിട്ടിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പൊട്ടിച്ചേനെ. അല്ല, ഇപ്പോഴാണെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് പിന്നെ നീ ചുമ്മാ മിന്നുകെട്ട് കഴിഞ്ഞിട്ട് തൊടാവൂ, പിടിക്കാവൂ, ഉമ്മിക്കാവൂ എന്നൊക്കെ ആവശ്യമില്ലാതെ വാശി പിടിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ. നിമിഷ നേരം കൊണ്ട് അവളെ തിരിച്ചിട്ട് അവളുടെ മുഖത്തും കഴുത്തിലും പിന്നെ തൊടാൻ പറ്റുന്നിടത്തെല്ലാം തൊട്ടും തലോടിയും അവൻ വല്ലാത്തൊരു ശബ്ദത്തിൽ പറഞ്ഞു. ഇതുകൊണ്ടാ ഞാൻ അടുപ്പിക്കാത്തത്. ഇത്തിരി ഒന്ന് അയച്ചാൽ അപ്പ തുടങ്ങും വിളവ്. അവളുടെ കഴുത്തോരം മുകളിൽ പൊക്കി മുകളിലേക്ക് കയറ്റിയ ടീഷർട്ടിൽ പിടുത്തമിട്ടുകൊണ്ട് പെണ്ണ് പറയവേ അവനത് നിമിഷം കൊണ്ട് തലയിലൂടെ വലിച്ച് കട്ടന്റെ സൈഡിലേക്ക് എറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇച്ചായ! അതുവരെ കുസൃതിയും കുറുമ്പും വഴക്കും പറഞ്ഞുകൊണ്ടിരുന്നവൾ നിമിഷം കൊണ്ടാണ് തണുത്തുറഞ്ഞു പോയത്. ചെക്കന് പലപ്പോഴും കടി കൂടുതലായിരുന്നെങ്കിലും ഇങ്ങനെയൊന്ന് ആദ്യമായാണ്. അതേസമയം അപ്പോഴത്തെ ഒരു തോന്നലിൽ ചെയ്തു പോയതിന്റെ ഒരു ഞെട്ടൽ അഗ്നിയിലും ഉണ്ടായിരുന്നു. അവൻ തല ഇത്തിരി ഉയർത്തി പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി. പുറത്തുനിന്ന് വരുന്ന വെട്ടത്തിൽ അവളുടെ കണ്ണുകൾ ഇറുക്കിയടച്ച് മിഴികൾക്ക് മുകളിലൂടെ പായുന്ന കൃഷ്ണമണികളെ വ്യക്തമായി ഇപ്പോ കാണാം. ഒപ്പം തന്നെ പിടിച്ചു തള്ളി ഇരു കൈകളും മാറുകൾക്ക് മുകളിൽ മറ പോലെ ആക്കി വെച്ചിട്ടുണ്ട് പെണ്ണ്. അവനത് കാണെ ചിരി വന്നു. പക്ഷെ അവള് മറവ് ചെയ്ത് തീർത്തതിനപ്പുറം കണ്ട വെള്ളക്കേറിൽ നിമിഷം കൊണ്ടാണ് ആ ചിരി മറ്റേതോ വികാരമായിട്ട് മാറിപ്പോയത്. ശ്വാസം നിലച്ച പോലെ അവൻ അവളുടെ അണിവേറിലേക്ക് കൂർപ്പിച്ചു നോക്കി. പലപ്പോഴും തൊട്ടും പിടിച്ചും നുള്ളിയുമൊക്കെ അവിടെ വിരലുകൾ പതിഞ്ഞിട്ടുണ്ട് എങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നേർക്കാഴ്ച. ഇതേസമയം തനിക്ക് മുകളിൽ കൈകുത്തി നിന്നവന്റെ അനക്കമൊന്നുമില്ലാതെ ഉത്തര മിഴികൾ തുറക്കുമ്പോൾ കാണുന്നത് വല്ലാത്തൊരു ഭാവത്തോടെ തന്റെ വയറ്റിലേക്ക് മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുന്നവനെയാണ്. തുറന്ന മിഴികൾ അതിലും വേഗം അടച്ചുകൊണ്ട് അവള് കമിഴ്ന്നു കിടന്നു. അപ്പോഴേക്കും കെട്ടിവെച്ചിരുന്ന മുടിയാകെ പടർന്ന് പിന്നിലാകെ വീണു കഴിഞ്ഞിരുന്നു. പുറകിലും സൈഡിലുമൊക്കെയായി നിറഞ്ഞു വീണ മുടി അഗ്നി വിരലുകൾ കൊണ്ട് ഒരു വശത്തേക്ക് ഒതുക്കി പിടിച്ചു. കുറച്ചു മുന്നേ മുന്നിൽ കണ്ട കാഴ്ചയിലും അതിമനോഹരമായ ഒരു പിൻകാഴ്ച. ഉമിനീർ തൊണ്ടക്കുഴിയിൽ ഉടക്കിയ പോലെ അവൻ ഒന്ന് ശ്വാസമെടുത്തു.
വെണ്ണക്കൽ പോലെ വെളുത്തു നിറഞ്ഞു നിന്ന് ചുവന്ന വര പോലെ ഒരു തുണിക്കഷ്ണം. നിമിഷ നേരം കൊണ്ട് അത് അടർത്തി മാറ്റി അവിടേക്ക് അവൻ മുഖം പൂഴ്ത്തി. പെണ്ണ് പിടഞ്ഞുകൊണ്ട് തല ഉയർത്തി ഒന്ന് ഏങ്ങിപ്പോയി. ഇച്ചായ, വേണ്ട. ഇഷ്ടപ്പെട്ട കാലം മുതലേ നീ എനിക്ക് എന്റെ മിന്നിന്റെ അവകാശിയാണ് പെണ്ണെ. ആ മിന്ന് ഈ കഴുത്തിലെത്താതെ മുന്നോട്ടൊരു പോക്ക് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോ ഈ നിമിഷം എന്നെ നീ തടഞ്ഞോണം. അല്ലെങ്കിൽ പൊന്നുമോളെ 9-ാം മാസം ഉറപ്പ്. അവളുടെ മാറുടുക്കിലേക്ക് മുഖം പൂഴ്ത്തും മുന്നേ ചെക്കൻ ആ ചെവിയിലെത്തി മെല്ലെ മന്ത്രിച്ചു. പെണ്ണ് പക്ഷേ പെട്ടെന്നുള്ള അവന്റെ ആ തുറന്നു പറച്ചിലിൽ വിറച്ചു പോയിരുന്നു. പ്ലീസ് ഡി, നിന്റെ സമ്മതമില്ലെങ്കിൽ ഇവിടുന്ന് ഒരു നിമിഷം പോലും ഞാൻ മുന്നോട്ട് പോകില്ല. പക്ഷെ ഒരു മൂളല് കൊണ്ടെങ്കിലും നീ സമ്മതം തന്നാൽ പിന്നെ ഒരു തിരിച്ചുപോകും എനിക്കുണ്ടാവില്ല. വികാരങ്ങളുടെ കെട്ടുപാടിൽ അവന്റെ ശബ്ദം വല്ലാതെ വിറച്ചുപോയിരുന്നു. പക്ഷേ അപ്പോഴേക്കും ആ മുഖം തന്റെ മാറിലേക്ക് അമർത്തി ഒരു സമ്മതം പോലെ പെണ്ണവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. കൊച്ചേ, ഡി, കൊച്ചേ. താൻ വിളിക്കുന്തോറും ചുരുണ്ടുകൂടി പുതപ്പിനുള്ളിലേക്ക് തലയിടുന്നവളെ അവൻ ഒരു വിധത്തിൽ പുതപ്പോടെ തന്നെ ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താ ഇച്ചായ? ഒന്നുമില്ല. എന്റെ കൊച്ചി ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോ. പക്ഷേ നന്റെ നല്ല കുഞ്ഞല്ലേ, ഇതൊന്ന് കഴിക്ക്. അത്രയും അരുമയോടെ അവളുടെ മുഖമാകെ പടർന്നു വീണ മുടിയിഴകളെ കാതിന് പിന്നിലേക്ക് വെച്ചുകൊണ്ടവൻ പറഞ്ഞതും പെണ്ണ് ഉറക്കം മാറാത്ത കണ്ണുകൊണ്ട് പാതി വഴിയിൽ തുറന്നവനെ നോക്കി. നല്ല കൊച്ചല്ലേ, ഇത് കഴിക്ക്. അവളെ നെഞ്ചിലേക്ക് പിടിച്ച് ചാരിക്കൊണ്ട് തന്നെ അവൻ കൈയെത്തി വെള്ളമെടുത്തു. ഇതെന്താ ഇച്ചായ? ശബ്ദം അവളുടെ നല്ലോണം താന്നിരുന്നു. ഇതൊരു ടാബ്ലറ്റ് ആണ്. നമ്മൾ ഇന്നലെ പ്രത്യേകിച്ച് സേഫ്റ്റി മെഷേഴ്സ് ഒന്നും നോക്കിയില്ലല്ലോ. തൽക്കാലം മിന്നുകെട്ടിന്റെ അന്ന് അപ്പന് ഉപ്പ് വിളമ്പാൻ ആരും വേണ്ട. ചെക്കൻ ഇത്തിരി കുറുമ്പോട് പറഞ്ഞതും അവൾ പാതി വിടർന്ന ചിരിയോടെ തന്നെ ആ ഗുളിക നാവിലേക്ക് വെച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഗ്ലാസ് വായിലേക്ക് മുട്ടിച്ചു കൊടുത്തു. എന്താ കൊച്ചേ, വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് വരാം. പുതപ്പിനുള്ളിലേക്ക് കൈയിട്ട് അവളുടെ അടിവയറ്റിൽ മെല്ലെ തടവി അവൻ ചോദിച്ചു. വേണ്ടിച്ചായ, എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൾ ആ ചൂടിലേക്ക് പിന്നെയും കുറുകി ചേർന്നിരുന്നു. കൊച്ചേ, തമാശ പറയുകയല്ല. വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. പോയിട്ട് എന്തു പറയും? ശബ്ദം താഴ്ന്നെങ്കിലും ആ മുഖഭാവം കാണാൻ എന്തോ അവന് പെട്ടെന്നൊരു കൗതുകം തോന്നി. അതിപ്പോ എന്നാ വേണമെങ്കിലും നമുക്ക് പറയാലോ. താഴ്ന്നു പോയ മുഖത്തെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അടച്ചിരിക്കുന്ന മിഴികളിലെ തേരോട്ടം അവൻ നോക്കി. എന്റെ കൊച്ചിന് വല്ലാതെ നാണം വരുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇത്രയും കാലം എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെടി നീ? ചെക്കന്റെ ശബ്ദത്തിൽ കുറുമ്പായിരുന്നെങ്കിൽ അന്ന് ആദ്യമായി അവനെ കേട്ടവളിൽ ലജ്ജയായിരുന്നു മുന്നിട്ട് നിന്നത്. എന്റെ പുലിക്കിച്ച് ഇത് എവിടെ പോയോ ആവോ, കാണുന്നില്ലല്ലോ. താൻ ഒന്ന് പറയുമ്പോൾ 9 തിരിച്ചു പറയുന്നവളെ ഇന്ന് ഇങ്ങനെയൊരു ഭാവത്തിൽ ഒരുപക്ഷെ അവൾക്ക് ഏറ്റവും മനോഹരമായി ചേരുന്നത് ലാസ്യമാണെന്ന് പോലും തോന്നിയവന്. ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കല്ലേ, നീ ഇങ്ങനെ റബ്ബർ പാല് പോലെ നിൽക്കുന്നതല്ലേടി എനിക്കിഷ്ടം. പറയുന്നതിനൊപ്പം അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് കൊണ്ടുവന്ന നനവും ഒന്ന് ഉറിഞ്ചി വിട്ടു. ഇച്ഛാ! പെണ്ണ് ഏങ്ങിപ്പോയി. ഇങ്ങനെയൊന്നും പിടഞ്ഞു കളഞ്ഞേക്കല്ലേ പൊന്നെ. പിടിവിട്ട് നിൽക്കുന്ന മതയാനയ്ക്ക് കാടൊഴിച്ചു മറിയാനുള്ള അനുവാദമാണിതൊക്കെ. ഉള്ളിൽ പൊട്ടിയുണരുന്ന വികാരങ്ങൾ പിന്നെയും അവനെ വശംവദനാക്കും എന്ന് തോന്നിയതും അവൻ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് അവളെ അമർത്തി ചുംബിച്ചു. ഇത്തവണ ചെക്കന്റെ ആവേശം കൊണ്ടുള്ള പിടുത്തം കാരണമാകും അവളിൽ നിന്നും വേദനയുടെ ചെറിയൊരു സ്വരം പുറത്തു വന്നു. ആഹ്! എന്താ മോളെ, എന്തുപറ്റി? അതുവരെ ഉണ്ടായിരുന്ന കണ്ണിലെ കുസൃതി മാറി അവിടെ പേടി നിറഞ്ഞു. അവളുടെ ശരീരം അത്രയ്ക്കും ക്ഷീണിച്ചു പോയിരുന്നു. കൊച്ചെ, എന്നാന്ന്? ഭയം കൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിൽ അവൾ ആ മുഖത്തേക്ക് നോക്കി. പിന്നെ ചെറിയൊരു പുഞ്ചിരിയോടെ ഒന്നുമില്ലെന്ന് തലയാട്ടിയതും അതുവരെ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്ന പുതപ്പ് നിമിഷം കൊണ്ടാണ് നിലത്തേക്ക് പോയി വീണത്. സൂര്യൻ ഉദിച്ചുയർന്നതേ ഉണ്ടായിരുന്നെങ്കിലും ഗ്ലാസിലൂടെ അരിച്ചതെന്ന വെട്ടത്തിൽ അവന് മുന്നിലെ കാഴ്ച വളരെ സുതാര്യമായിരുന്നു. പെണ്ണ് വിറച്ചും കൊണ്ട് എന്തെങ്കിലും ഒന്നിൽ ശരീരം മറയ്ക്കാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും അവളുടെ കയ്യിൽ അവന്റെ പിടുത്തം വീണിരുന്നു. വെപ്രാളത്തോടെ പിടയുന്ന പെണ്ണിനെ അവൻ മെല്ലെ ബെഡിലേക്ക് കിടത്തി. ഇച്ചാ! വെപ്രാളപ്പെട്ടുകൊണ്ടവൾ വിളിക്കുമ്പോൾ അവന്റെ കണ്ണുകളാകെ അവളുടെ ശരീരത്തിലായിരുന്നു. ചുവന്ന പോറൽ പറ്റിയ പോലെ ആ ശരീരത്തുള്ള പാടുകൾ എണ്ണം അനവധിയാണ്. അതിനൊപ്പം തന്നെ തന്റെ പല്ലിന്റെ പാടുകൾ കൂടി കണ്ടതും അഗ്നി വല്ലാതെയായി. സോറി. ആന മുന്നിൽ വന്നാലും കുലുങ്ങാത്തവൻ അന്ന് ആദ്യമായി അവളുടെ ശരീരം കണ്ട് പതറിപ്പോയി. പക്ഷെ അവന്റെ താഴ്ന്ന ശബ്ദവും മുഖം കുനിച്ചുള്ള ഇരിപ്പുമെല്ലാം കണ്ടതും അതുവരെ അവന് മുന്നിൽ കിടന്നവളാണെന്ന് മാത്രം ചിന്തിച്ച്
വ്രീളാവിവശയായി നിന്നവളുടെ മുഖം വല്ലാതെയായി. എന്താ ഇച്ചായ, എന്തു പറ്റി? കട്ടിലിൽ കിടന്നവൾ എഴുന്നേറ്റ് ആ മുഖം കൈക്കുമ്പിൾ എടുത്തുകൊണ്ട് ചോദിക്കുമ്പോൾ കണ്ടു ആ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്. ഇച്ചായ? ഇത്തവണ അവളുടെ ശബ്ദവും ചിലമ്പിച്ചു. ഞാൻ ഇന്നലെ ആവേശത്തിൽ നിന്നെ ഒരുപാട് നോവിച്ചു അല്ലേ? അവന്റെ ശബ്ദം പലയിടത്തും ഇടറിപ്പോയി. അത് കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും ഉത്തരം മനോഹരമായി പുഞ്ചിരിച്ചു. ഒപ്പം അവന്റെ മുഖം മാറിലേക്ക് അമർത്തിക്കൊണ്ട് അവൾ അവനുമായി കട്ടിലേക്ക് കിടന്നു. എനിക്ക് നിന്നെപ്പോലുള്ളൊരു 3 ആൺകുട്ടികളെ തരണേ. കണ്ണു നിറച്ചു കിടന്നവന് പെട്ടെന്നുള്ള അവളുടെ ആ പറച്ചിലിൽ മുഖമുയർത്തി അവളെയും നോക്കി. ഭാര്യയെ ഇത്രയും സ്നേഹിക്കുന്ന ആളുടെ മക്കൾ അമ്മയെ എന്തുമാത്രം സ്നേഹിക്കും? ചിരിച്ചുകൊണ്ടുള്ള അവളുടെ മുഖവും ആ സംസാരവും കേട്ടതും അഗ്നി അവളെ കെട്ടിപ്പിടിച്ചു. ചെക്കാ, എനിക്ക് വയ്യ. അവന്റെ ആ പിടുത്തത്തിൽ മുറുക്കം കൂടിയതും അവള് കളിയായി പറഞ്ഞു. എനിക്കറിയാവടി. പറഞ്ഞുകൊണ്ട് തന്നെ കട്ടിൽ നിന്നും എഴുന്നേറ്റവൻ അവളെ നേരെ ബാത്റൂമിലേക്ക് കയറ്റി. പെണ്ണ് കുറേയേറെ കരഞ്ഞും കാലുപിടിച്ചും അപേക്ഷിച്ചവൾ മാത്രം പുറത്തിറങ്ങി വന്നു. പക്ഷെ വാടി തളർന്ന് പുറത്തേക്ക് എത്തിയവളെ അവൻ അതുപോലെ കയ്യിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടക്കാൻ പോയതും പെണ്ണ് പെട്ടെന്ന് അവനെ പിടിച്ചു നിർത്തി. പുറത്തെല്ലാവരും കാണും. കാണുന്നവരൊക്കെ കണ്ടോട്ടെ, അപ്പൊ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. കൂസാതെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങിയതും ഉത്തര കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചൊന്നു നിന്നു. പക്ഷേ പുറത്തിറങ്ങി ഹാളിൽ ആരുമില്ലെന്ന് കണ്ടതും അതുവരെ ഒളിഞ്ഞിട്ട് നോക്കിയവൾ വേഗം കണ്ണു തുറന്നു. ഹോ, ആരും എഴുന്നേൽക്കാഞ്ഞത് കാര്യായി, അല്ലെങ്കിൽ നാണം കെട്ടേനെ. ഇവിടെ പിന്നെ അങ്ങനൊരു കാര്യം ഇല്ലല്ലോ. അഗ്നി അതിനെ പാടെ പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നതും അകത്തു നിന്നും പൊട്ടി വീണ പോലെ പാർത്ഥൻ മുന്നിൽ നിന്നു. പെട്ടെന്ന് പാർത്ഥനെ മുന്നിൽ കണ്ടതും അഗ്നി ഒന്ന് പതറി. അതേസമയം ഉത്തരയും എടുത്തുകൊണ്ട് വരുന്നവനെ കണ്ടപ്പോൾ പാർത്ഥന്റെ അവസ്ഥയും ഏതാണ്ടൊക്കെ അതുതന്നെയായിരുന്നു. നീ എന്താ ഇത്രയും രാവിലെ എഴുന്നേറ്റത്? അവളെ അതുപോലെ ഇവളെ കയ്യിലെടുത്തോണ്ട് പോകാൻ ഇവക്കെന്തു പറ്റി? 2 ചോദ്യങ്ങൾ ഒരേപോലെ ആയതും അവർ പരസ്പരം നോക്കി. ഞാനൊന്നും ഈ സമയത്ത് എഴുന്നേൽക്കുന്നത്. പക്ഷെ ഉത്തരയ്ക്ക് എന്തു പറ്റി? അവന്റെ കണ്ണിൽ പിന്നെയും സംശയമായി. പറ്റിയതൊക്കെ പറ്റേണ്ടപ്പോൾ പറ്റിയിട്ടുണ്ട്. ആ പറ്റിയതിന്റെ പറ്റൽ ഒന്ന് മാറ്റാൻ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൻ അവളുമായി പുറത്തേക്കിറങ്ങിയതും എന്ത് തേങ്ങയാ ഇവൻ പറഞ്ഞിട്ട് പോയെന്നുള്ള മുഖഭാവത്തോടെ പാർത്ഥൻ അവരെ തന്നെ നോക്കി നിന്നു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.